അപ്പൊ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു ചലഞ്ച് ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്ത് ചലഞ്ചാണ്? തുമ്പൽ ചലഞ്ച്. എന്ത് ചലഞ്ച്? മൂക്കുപ്പൊടി ചലഞ്ച്. യെസ്, അതായത് കമന്റ് വന്നതുകൊണ്ടാണ് നമുക്ക് സത്യം പറഞ്ഞ ഈ ചാനലിനെ കുറിച്ച് ഈ ഒരു ചലഞ്ചിനെ കുറിച്ച് നമുക്കൊരു അറിവില്ലായിരുന്നു. അപ്പൊ പെട്ടെന്ന് നമുക്ക് കമന്റ് വന്നു, അപ്പൊ ഈ ഒരു ചലഞ്ച് ചെയ്യാനായിട്ട് അങ്ങനെയാണ് നമ്മള് ഈ ചലഞ്ച് അങ്ങനെ നമ്മൾ കുറച്ച് മൂക്കുപൊടിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഈ മൂക്കുപൊടി വെച്ചിട്ടാണ് എനിക്ക് വയ്യാതെ 2 ദിവസം കിടന്നതാണ്. അപ്പൊ ഇത് കൂടി ആവുമ്പോ എന്താണ് അവസ്ഥ മിക്കവാറും അല്ലേ? അപ്പം ഇതിന്റെ വിജയ് എന്ന് പറയുന്നത് ഏറ്റവും കുറച്ച് തുമ്മുന്ന ആള്, എത്രത്തോളം തുമ്മാതെ പിടിച്ചിരിക്കുന്നോ അവരാണ് വിജയ്. അപ്പൊ അതാണ് നമ്മുടെ ചലഞ്ച്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, രണ്ടുപേരും ഒരുമിച്ച്. അപ്പൊ ആദ്യമായിട്ട് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. ആദ്യം ഇതിനു മുമ്പ് ഇതുവരെ മൂക്കുപൊടി ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ ഇതുവരെ മൂക്കുപൊടി ഉപയോഗിച്ചിട്ടില്ല. ഉപയോഗിക്കുന്ന കണ്ടിട്ടുണ്ട്. ജസ്റ്റ് നോക്കാം എങ്ങനെ ആയിരിക്കും. അകത്ത് കണ്ടേ? നീ മൂക്കി വെച്ചാ നീ മൂക്കി കയറ്റിയ മൂക്കി വെച്ചാ മൂക്കി കൊണ്ടാ. പിന്നെ ഒരു പാട്ടോടെ നീ മൂക്കി വെച്ചില്ലേ? മൂക്ക് അകത്തോട്ട് വലിച്ചു കേട്ടോ. ശ്വാസം വലിച്ചു കാറ്റോ. നന്നായിട്ട് വലിച്ചു കാറ്റ്. ഇങ്ങനെ. അപ്പൊ ഗൈസ് രണ്ടു വട്ടം ഞാൻ തന്നു. പക്ഷെ നീ ഒരു പാട്ട് പാടിയോ? നീ ശരിയാ, ചിലപ്പോ ശരിയാവും. നീ മൂക്കി നേരെ കൊള്ളിച്ചില്ല. നല്ലോണം മൂക്കി കൊള്ളില്ല. അപ്പൊ കീർത്തി നേരെ ഏറ്റിട്ടില്ല മരുന്ന്, അതുകൊണ്ട് ഒന്നുകൂടെ വയ്ക്കണം. 2 മൂക്കിനകത്തും മൂക്കിന് 2 അകത്തും കൊള്ളണം. ഓ, അകത്ത് കൊണ്ടാലല്ലേ വലിക്ക് ഭാഗത്ത് തരുമ്പോളൂ. 2 മൂക്കിലാക്കണം. എങ്ങനെയുണ്ട് അവരെ തുമ്മല? എങ്ങനെ ഇതിനു മുമ്പ് തുമ്മി കണ്ടിട്ടുണ്ടോ? വലിയ കുഴപ്പമൊന്നുമില്ല. ആദ്യത്തെ സ്റ്റെപ്പ് 2 തുമ്മൽ മാത്രമേ ഉള്ളൂ. എനിക്ക് തുമ്മലേ അപ്പൊ അത് എന്തായാലും ഓക്കെ, കീർത്തി ചേച്ചി. അപ്പൊ സെക്കൻഡ് റൗണ്ടിലേക്ക് പോവാം. രണ്ടാമത്തെ റൗണ്ട് നീ നേരെ മൂക്കിനകത്തോട്ട് വലിച്ചു കയറ്റ്. ഞാൻ വലിച്ചു കയറ്റി കണ്ടില്ലേ? അത് ചുമ്മാ. സെക്കൻഡ് എങ്ങനെ അകത്തോട്ട് തള്ളി കയറ്റി? എങ്ങനെ വേർത്ത് കുളിക്കുന്നത് അകത്തോട്ട് കയറി വലിയില്ല. പിന്നെ പണ്ടുള്ളവരെങ്ങനെയാണ് ഈ മൂക്ക് പൊടിയൊക്കെ വെച്ച് എന്തിനാണ് തുമ്മണത്? ഇതൊന്നും നീ കാണുന്നില്ലേ? അതെ, നീ എന്തിനാണ് നീ കാണാൻ? മുഖാനാ എന്തിനാ വെള്ളം തുമ്മല് മാത്രമില്ല. പോരട്ടെ, നീ തന്നെ മൂക്കിൽ വെച്ചിട്ട് അകത്ത് ഇവിടെ വെച്ചിട്ട് വലിച്ചു കയറ്റി വെക്ക്. ഏതെങ്കിലും മൂക്കിലേ അത് വെച്ചോ. ഏതെങ്കിലും ഒരു മൂക്കിലേ അത് ഞാൻ വെച്ച് കാണിച്ചല്ലേ വേണേ. ഞാൻ അങ്ങനെ വെക്കാല്ല. ഇതാണ്ടേ ഇങ്ങനെ അതാണ്ട് ഈ മൂക്ക് അതാണ്ട് ഇങ്ങനെ. അങ്ങനെയല്ല, അങ്ങനെ മൂക്കി വെക്കാൻ. ഇത് ഗണേശ ആൾക്കാർ വെക്കുമ്പോ വേണ്ടേ? മരുന്ന് വെക്കണ്ടേ? ഇപ്പൊ വരും. അയ്യ, വരാൻ പാടില്ലല്ലോ. എല്ലാം മറന്ന് വരാതിരിക്കാൻ വേണ്ടിട്ടല്ലേ നടത്തുന്നത്. അല്ല
അല്ല നീ മൂക്കിലെടുത്ത പോലെ വലിച്ചു കയറ്റിയല്ലോ തുമ്മാണ്, നീ മൂക്കിലോട്ട് വലിച്ചു കയറ്റില്ല. ഞാൻ വെച്ചില്ല നീ ഞാൻ പറയാൻ ഭാഗത്തോട്ട് വലിച്ചോ, വലി മൂക്ക് വലി, അകത്തോട്ട് വലി, ഇരുത്ത് വലി, അകത്തോട്ട് വലി, അകത്തോട്ട് വലിയില്ല, ഒന്നുകൂടെ അകത്തോട്ട് വലിച്ചു കയറ്റിയല്ലേ ചോദിക്കുള്ളൂ. അമ്മച്ചി ഇന്ന് മൊത്തം എനിക്കാണ് തുമ്മല്, ഒരു തുമ്മലും എന്തൊരു ജന്മം. ഐശ്വര്യൻ അന്ന് ബലൂൺ കുത്തി പൊട്ടിക്കുന്ന മത്സരമൊക്കെ നടത്തിയിട്ടെല്ലാം ഞാൻ ജയിച്ചു. ഇത് അന്യായാണ്. ഓരോന്ന് എല്ലാത്തിനും ഇപ്പൊ എനിക്ക് ജയിക്കാൻ പറ്റില്ല. തുമ്മലാണ് അതിന്റെ മൂക്കിന്റെ സൈഡ് അതന്നെ കേട്ടോ. എന്തായാലും പണ്ടുള്ളവർ ഈ മൂക്കുപൊടി ഉപയോഗിക്കുന്നവരെന്തായാലും സമ്മതിക്കണം കേട്ടോ. വേണ്ടേ മൂക്കുപൊടി വലിക്കാനുള്ള രീതി പറഞ്ഞത് എങ്ങനെ? അത് ശ്വാസങ്ങൾ പോരും. ഹലോ, അപ്പോൾ ഇത് ബാലു ഹെർബൽസിൻ്റെ കുങ്കുമാതി ഫേസ് ഗ്ലോയിങ് ഓയിലാണ്. ഇത് 100% ആയുർവേദിക് പ്രോഡക്റ്റ് ആണ്. ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു 5 തുള്ളി നൈറ്റ് നമുക്ക് എടുക്കാം. ഉറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഫേസിലും നെക്കിലും എല്ലാം ഇത് നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കാം. 5 മിനിറ്റ് മസാജ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് രാവിലെ എഴുന്നേച്ച ഉടനെ ഒരു പയറുപൊടിയോ കടലമാവോ എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്കിത് കഴുകിക്കളയാം. ഫേസ് വാഷ് ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അത് കഴിഞ്ഞ് നമുക്കിത് ഓയിൽ സ്കിന്നുള്ളവർക്ക് 1 മണിക്കൂർ ഇട്ടതിന് ശേഷം കഴുകിക്കളയാം. ഇതൊരു ആയുർവേദിക് പ്രോഡക്റ്റ് ആണ്. ഇതിൻ്റെ ഫേക്ക് ആയിട്ടുള്ള ഐഡി ഒരുപാട് ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ട് ഇത് നോക്കി തന്നെ പർച്ചേസ് ചെയ്യണം. ഇതിൻ്റെ യഥാർത്ഥ ലിങ്കും കോൺടാക്ട് നമ്പറും ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് നോക്കി പർച്ചേസ് ചെയ്യാം. ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു നാച്ചുറൽ പ്രോഡക്റ്റ് ആണ്. എല്ലാവരും പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഇത് നല്ലൊരു നാച്ചുറൽ പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഞാനിപ്പോൾ ഡെയിലി ഉപയോഗിച്ച് വരുന്നുണ്ട്. നല്ലൊരു മാറ്റം എനിക്കും കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മുഖത്തെ സ്കിന്നിലുണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, സ്കിൻ പ്രോബ്ലങ്ങളെല്ലാം മാറ്റിത്തരും. മുഖം നല്ലോണം ഒരു ഗ്ലോ ആയി മാറ്റാനും ഇത് സഹായിക്കുന്നതാണ്. അപ്പോൾ നോക്കി തന്നെ പർച്ചേസ് ചെയ്തെടുക്കാം. താങ്ക് യു. പോരട്ടെ ഒരു പ്ലാൻ അതൊക്കെ നീ എടുക്കണ്ട കാര്യമായിട്ട് തുമ്മ അല്ലേ കഴിഞ്ഞ വയ്യായിരുന്നപ്പോ തുമ്മളല്ലോ. ഞാൻ എന്തായാലും തുമ്മള തുമ്മേ. ഇതിപ്പോ മൂക്കിൽ വെച്ചതെല്ലാം മൂക്ക് വഴി അകത്ത് വന്നു, തൊണ്ടയിൽ വന്നു. ഒരു കാപ്പിപ്പൊടി ഇട്ട് തേല ഒഴിക്കുന്നു അല്ലേ ഗൈസ്? പണി പാളിയ ചലഞ്ചാണ്. ഇത് ആരും അനുകരിക്കരുത് ഗൈസ്. ഇത് ചലഞ്ച് ചുമ ഏഴെണ്ണായി. ഇത്രയും മൂക്കുപൊടി വലിച്ചു കേട്ടിട്ട് അപ്പൊ ഗൈസ്, ഈ ചലഞ്ചിൽ കീർത്തി വിജയിച്ചതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു. കാരണം ഞാൻ 7 ആയിട്ടാ തോന്നി, ഒന്നുപോലെ എനിക്ക് ജയിക്കാൻ പറ്റില്ല. അപ്പൊ ഇതിന്റെ വിജയം നീ തന്നെ. അപ്പൊ നിങ്ങൾ പറഞ്ഞതുപോലെ സീലിംഗ് ചാലഞ്ച് നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരു ചെയ്തിട്ടില്ല. അപ്പൊ ആരാണ് ജയിച്ചിരിക്കുന്നത്? ജയിച്ചിട്ടുണ്ട്. അപ്പൊ ഗൈസ്, നമ്മുടെ ഈ കുഞ്ഞു ചലഞ്ച് നമ്മുടെ ഫിനിഷിംഗ് പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ ആരാണ് ജയിച്ചത്? യെസ്, അതായത് കീർത്തിയാണ്. കുഴപ്പമൊന്നുമില്ല. അപ്പം എന്തായാലും ഗൈസ്, കുഴപ്പമില്ല, കുഴപ്പം കാണും. അതാ മൂക്കുപൊടി എടുത്തോണ്ട് പോവുകയാണ് ഗൈസ്. തുമ്മുമോ ഇല്ലയോ, തുമ്മുമോ ഇല്ലയോ? ഒരു തുമ്മലെങ്കിലും തുമ്മിക്ക് കേൾപ്പിക്കുമോ? ചുമക്കാണ്. വരാനൊക്കെ വരാം ഗൈസ്. ഒന്ന് ഈ വീഡിയോയുടെ വിജയി ആരാണ് മാവേ? യെസ്, കീർത്തിയാണ് വിജയിച്ചത്. കാരണം ഒരു തുമ്മൽ ഒരെണ്ണം ഇല്ല. അപ്പൊ തുമ്മിയിട്ടില്ല.
അങ്ങനെ ഞാൻ തോറ്റിട്ടുണ്ട്. ഓക്കെ, തോൽവി സമ്മതിച്ചിരിക്കുന്നു. അപ്പൊ ഇതിന്റെ മറുപടി വീഡിയോ ആയിട്ട് ഞാൻ വേറെ വരും, അന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, വേർത്തു പൊടിയും പടയിൽ കൂടെ ഇറങ്ങി താഴെ കൂടെ ഇറങ്ങി പോകുന്നത്. പക്ഷെ തുമ്മാൻ മാത്രം പറ്റും. അപ്പോ തോറ്റിരിക്കുകയാണ്. അപ്പൊ എന്തായാലും തോറ്റു. ഓക്കെ, അപ്പൊ ഗൈസ് നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ നമ്മുടെ ഈ കുഞ്ഞു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോ സപ്പോർട്ട് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത ആ ബെൽ ബട്ടൺ ഇല്ലേ, എന്താണ് പറയുന്നത്? അതെ, കുറെ വട്ടം സ്പിന്നിങ് ചാലഞ്ച് ചെയ്യാൻ വേണ്ടിട്ട് കമന്റ് വന്നു. എനിക്ക് വയ്യാത്തോട്ടാണ് ചെയ്യാത്തത്. താമസിച്ചിൽ എനിക്ക് തുമ്മ പറ്റിയില്ല, വേറെ കാര്യം. അപ്പൊ നമ്മളിവിടെ വീഡിയോ അവസാനിക്കുന്നു. അപ്പൊ എന്തായാലും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? ലാസ്റ്റ് വൈൻഡ് അപ്പ് ആണ്, ഇനി വൈൻഡ് അപ്പ് ഇല്ല, ഇനി വൈൻഡ് അപ്പ്. ഓക്കെ, അപ്പോ മച്ചാമാരെ നമ്മുടെ ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ യെസ് ആളെന്ന ഓപ്ഷൻ വരും. അപ്പോ അതിൽ ക്ലിക്ക് ചെയ്ത് ആളെന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോ നമ്മുടെ വീഡിയോ ഉറപ്പായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോ നമ്മൾ ഇനി നാളെ വരുന്നത് കുഞ്ഞു വീഡിയോ ആണ്. അപ്പോ ഇതിലേറെ കിടിലം വെറൈറ്റി വീഡിയോകളായിട്ട് നമ്മൾ ഇനി വരും. അപ്പോ ഇനി ഒരു പുതിയൊരു വീഡിയോ വരുന്നവരെ ബൈ ബൈ.